എക്സാമിന് 2 മാസം മുന്നേ കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് പഠിച്ചു, കുഴപ്പമില്ലാത്തൊരു മാർക്ക് നേടിയപ്പോൾ നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരനെ 2 ദിവസം മുന്നേ പഠിച്ചു തുടങ്ങിയിട്ട് ഇതേ മാർക്ക് തന്നെ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും അല്ലേ? അതായത് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു, കുറേ ഇക്വേഷൻസും കുറേ നോട്ട്സും ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തു, വേണ്ടടാ അവൻ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ട് 2 ദിവസം മുന്നേ പഠിച്ചിട്ട് എൻ്റെ എത്ര മാർക്ക് കിട്ടി? എവിടെയായിരിക്കും നിങ്ങൾക്ക് പിഴച്ചത്? എന്ത് സംഭവിച്ചു? നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകളും അത് ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ടെക്നിക്സും പറയും, നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും പറയും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ആദ്യത്തെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓൾ ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അതുപോലെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തുമായിക്കോട്ടെ അത് അങ്ങോട്ട് ഒഴിവാക്കി വെച്ചിട്ട് അത് ഒഴിവാക്കി നിർത്തിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എയറോപ്ലെയിൻ മോഡ് ചെയ്യാം. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല, കോളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ഡാ മോനെ ക്രിക്കറ്റ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ അൽഫാം കഴിക്കാൻ പോവുക, അങ്ങനെ വിളിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാവും. അവർക്ക് കുറച്ചൊരു സമയത്തേക്ക് അവർക്കൊന്ന് നീക്കി വെച്ചിട്ട്, കൂട്ടുകാരെ ഒഴിവാക്കാനല്ല പറയണേ, പഠിക്കുന്ന സമയം ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ലോങ് വിൽ യു സ്റ്റഡി? എത്ര സമയം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു, എത്ര ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് പോകുന്നു തുടങ്ങിയ ധാരണ മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ മൈൻഡിനോട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ ഇത്ര സമയം ഇരുന്ന് പഠിക്കും, ഇവിടെ ഞാൻ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കും, ഇവിടെ കൃത്യമായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചിരിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, സെറ്റ് പ്രോപ്പർ ടൈം ടേബിൾ. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട്, ടൈമർ വെക്കാനല്ല, ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു തീർക്കും, മാത്സിൽ ഇത്ര പ്രോബ്ലംസ് ചെയ്യും, സോഷ്യലിൽ ഇത്ര തിയറീസ് പഠിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ആ എഴുതിയത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടിക്കറ്റ് കൊടുക്കുക, ഒരു ബോക്സ് വരയ്ക്കുക, ടിക്കറ്റ് കൊടുക്കുക. സെറ്റല്ല. അങ്ങനെയാണ് ഇതാ ഒരു ഒറ്റ കാര്യം കൂടിയും പറഞ്ഞുതരാം. സ്റ്റഡി സ്പേസ്. ഇപ്പോൾ സാറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റുഡിയോ 7ലേക്ക് വരുമ്പോൾ എൻ്റെ സ്റ്റുഡിയോ കാണുമ്പോൾ എനിക്കറിയാം വർക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട്, ഒരു വീഡിയോ എടുക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈവ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വരും. അതുപോലെ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറാണ്, വീട്ടിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പ്രോപ്പറായിട്ടൊരു സ്പേസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ സ്പേസ് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് തോന്നണം ഇവൻ പഠിക്കാനായിട്ടാണ് വരുന്നത്, പഠിക്കാനായിട്ട് മാത്രമായിട്ട് നിങ്ങളൊരു സ്പേസ് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു ചെറിയ ടേബിളും ചെയർ ഉണ്ടായാലും മതി, അവിടെ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള സമയം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്റ്റഡി സ്പേസ് ഉണ്ടാക്കലും കൃത്യമായിട്ടൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ 4 ടെക്നിക്കാണ് നോർമൽ ടെക്നിക്സ്. ഇനി നമുക്ക് സയന്റിഫിക് ടെക്നിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സോഷ്യലിലെ ഒരു ചാപ്റ്റർ, ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിൽക്കുക, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വലിയൊരു ചാപ്റ്ററാണ്, ഒറ്റ ഇരിപ്പിൽ ആ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റുമോ? കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിക്കുന്ന കുട്ടികളുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം മക്കൾക്കും അത് ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ലേ? അതിനെ പറയുന്നൊരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയും. എന്താ സംഭവം? ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 45 മിനിറ്റ് ആയിരിക്കും, മാക്സിമം 1 അവർ ആയിരിക്കാം. നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാതെ 1 by 1, അതായത് ഓരോ പാർട്ട് ആക്കിയിട്ട് മുറിക്കുക. ഒരു ചാപ്റ്ററിനെ കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീകളക്ട് ചെയ്യുക, റിവൈസ് ചെയ്യേണ്ട, റീകളക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് സെറ്റായിട്ട് ആലോചിക്കുക. നല്ലൊരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെഡ് ലൈൻസ്, അടുത്ത കാര്യം, അടുത്ത സയന്റിഫിക് മെത്തേഡായിട്ട് പറയുന്നത് ഡെഡ് ലൈൻ ആണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻ വെക്കാൻ നോക്കുക. ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, അത് 2 ചാപ്റ്ററൊക്കെ 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പറ്റിയായിരിക്കാം. ഭൂരിഭാഗം മക്കളും നിങ്ങളുടെ കാപ്പബിലിറ്റി നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ മാത്സിലൊക്കെ ഒരു പ്രോബ്ലം എഴുതി കഴിഞ്ഞിട്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണെങ്കിൽ ലാസ്റ്റ് എഴുതി ലാസ്റ്റ് ഹെൻസ് പ്രൂവ്ഡ് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതേപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ആലോചിക്കുക. അതിനുശേഷം ബ്രേക്ക്. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ബ്രേക്ക്. പോമോഡോറോ ടെക്നിക്ക് ഉണ്ട്. ഇപ്പോൾ സാറ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും, പലർക്കും അറിയുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ, 25 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. സാർ കൂടുതലും പ്രിഫർ ചെയ്യുക, ഞാൻ കൂടുതൽ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നത് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പഠിക്കും, എന്നിട്ടൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. എൻ്റെ കൂട്ടുകാരുണ്ട് അങ്ങനെ ചെയ്യാന്നറിയും, 90 മിനിറ്റ് പഠിക്കും. 90 മിനിറ്റ് 1.5 മണിക്കൂറൊക്കെ പഠിക്കാൻ നോക്കും. മാക്സിമം ചിലപ്പോൾ ഒരു 1.25 മണിക്കൂറെങ്കിലും പഠിക്കും, എന്നിട്ട് 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കും. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്കത് എങ്ങനെയാണോ എഫക്റ്റീവ് ആവുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒറ്റ ഇരിപ്പിന് 3 മണിക്കൂർ 2 ചാപ്റ്ററായിട്ട് തീർക്കാം എന്ന് വിചാരിച്ചിട്ട്
പഠിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കത് ബ്രെയിനിൽ നിൽക്കുകയും ചെയ്യും. റിവൈസ് ചെയ്യുമ്പോൾ കടകടകടയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ആവുകയും ചെയ്യും. ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സോൾവിങ് ക്വസ്റ്റ്യൻസാണ്. പലർക്കും ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ തിയറി സെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലായിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ ചാപ്റ്റർ, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് സെറ്റ് ആവുള്ളൂ. ആണെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. ജോമെട്രി, ഒപ്റ്റിക്സും, ഫിസിക്സിലെ ഒപ്റ്റിക്സും നമ്മുടെ മാത്സിൽ ജോമെട്രിയും കൂടി വേണമെങ്കിൽ ഇന്റർലിങ്ക് ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ സെറ്റ് ആവുന്നതേ ഉള്ളൂ. അതുപോലെ ഏതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പല സബ്ജക്റ്റും വേണമെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ സാറ് പറഞ്ഞ സാഹചര്യമില്ലേ, ഏത് സാഹചര്യം? നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കും 2 മാസം മുന്നേ, നിങ്ങളുടെ കൂട്ടുകാരൻ ചിലപ്പോൾ 1 ദിവസം മുന്നേ 2 ദിവസം മുന്നേ പഠിക്കും, 2 പേർക്കും സെയിം മാർക്ക് കിട്ടും. ആ ഒരു സെനാരിയോ, ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ വിത്ത് ലെസ് ടൈം, കുറച്ച് സമയം മതി. ഇത് കൃത്യമായിട്ട് ഒരു രാത്രി കൊണ്ട് ഈ ഒരു പരിപാടി നടക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാൻ 1 വീക്കൊക്കെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത മാറ്റം നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും. അതിന് തയ്യാറാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക, റെഡി സാർ എന്ന് കമന്റ് ചെയ്താൽ മതി. ഇതുപോലെ രസകരമായ വീഡിയോസ് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടിപൊളിയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.